ഹലോ എവരിവൺ, ഐപ്ലസിൻ്റെ 30 ഡേ സീരീസിലെ ഡേ 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ A1 ഗ്രാമർ എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ A1-ൽ 0 to 100 വരെയുള്ള നമ്പേഴ്സാണ് കൂടുതലും പഠിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടുള്ളത് നമ്മൾ പഠിക്കും, എങ്കിലും നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത് 0 to 100 വരെയുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്? ഇപ്പം 0 എന്ന് പറയുന്ന നമ്പറിനെ കൗണ്ട് ചെയ്യുന്നത് നുൾ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്താണ്? നുൾ എന്നാണ്. അപ്പോൾ ഈ 0 to 100 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്പർപരമായിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഒക്കെ പറയുമെന്ന് വിചാരിച്ചു. ഇപ്പം 21-നെ എന്താ പ്രൊനൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് 22 അങ്ങനെയുള്ള നമ്പേഴ്സ്, ഏത് നമ്പേഴ്സും ആയിക്കോട്ടെ. അപ്പോൾ 10-നെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇപ്പം 20-യെ നമ്മൾ സ്വാൻസിഷ് എന്നാണ് പറയുന്നത്. 1-നെ നമ്മൾ ഐൻസ് എന്നാണ് പറയുന്നത്. 10-നെ സേൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ നമ്പേഴ്സ്, ഇപ്പോൾ 100 ആണെങ്കിൽ ഹുണ്ടർട്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഐൻ ഹുണ്ടർട്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്പേഴ്സിൻ്റെ അകത്ത് കൂടുതലും പഠിക്കുന്നത്. ഇപ്പോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോട് ഒരു 10 ആപ്പിൾ തന്നിട്ട് എണ്ണാൻ പറയും. അപ്പം 10 എണ്ണണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ എണ്ണാൻ പറ്റുമല്ലേ? 1 2 3 4 അങ്ങനെ 10 വരെ എണ്ണാൻ പറ്റും. പക്ഷെ ജർമ്മനിൽ നമുക്ക് എണ്ണാൻ പഠിക്കണ്ടേ? അപ്പം അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇപ്പം ആപ്പിളിൻ്റെ ജർമ്മൻ എന്താ അല്ലേ? ആപ്പിളിൻ്റെ ജർമ്മൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ഇല്ല, ദർ ആപ്പിൾ എന്നാണ് ആപ്പിളിൻ്റെ ജർമ്മനെ പറയുന്നത് അല്ലേ? അപ്പം അതേപോലെ തന്നെ 10 ആപ്പിൾസ് ഉണ്ട്. 10 ആപ്പിളിനെ ജർമ്മനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? അപ്പം അതിന് നമുക്ക് ജർമ്മൻ നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. അപ്പം ഇതാണ് ജർമ്മൻ നമ്പേഴ്സിനകത്ത് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. 10, 20, 30, 40, 50. കാരണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്പേഴ്സ് പറയേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ 12 വരെയുള്ള നമ്പേഴ്സ് ഓൾറെഡി ഫിക്സഡ് ആയിരിക്കും. 13 തൊട്ടായിരിക്കും നമുക്ക് 10 കൂടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 13-നെ ദ്രൈറ്റ്സെയിൻ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ സെയിൻ എന്ന് പറഞ്ഞാൽ 10, ദ്രൈ എന്ന് പറഞ്ഞാൽ 3, അങ്ങനെ ദ്രൈറ്റ്സെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 13 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ നമ്പർ. ഇപ്പോൾ 13 എന്ന് പറയുന്ന അക്കം അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് താഴെ സ്ക്രീനിൽ കാണാൻ പറ്റും 13 എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ നമ്പർ. ആ നമ്പറിൻ്റെ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 3. അപ്പം അതിനെ ആദ്യം എടുത്ത് എഴുതുക. ഇനി 13-ൽ നിന്ന് 3 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 10. അപ്പോൾ ബാക്കിയുള്ള 10 അതോടൊപ്പം തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ദ്രൈറ്റ്സെയിൻ എന്ന് കിട്ടും. ഇനി 20 തൊട്ട് അതിൻ്റെ മുകളിലോട്ടുള്ള നമ്പേഴ്സിലാണെങ്കിൽ നമുക്ക് UND എന്ന് പറയുന്ന ഒരു വേർഡും കൂടെ 2 നമ്പറിൻ്റെ നടുക്കായിട്ട് ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ 21 എന്ന് പറയുന്ന നമ്പർ, അതിൻ്റെ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 1. അതിൻ്റെ ജർമ്മൻ എന്താ? ഐൻസ് എന്നാണ്. നമ്മളവിടെ ഐൻസ് എന്ന് എടുക്കണ്ട. ഐൻസ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഐൻസ് എന്ന് വായിക്കുന്നത്. ഒരു നമ്പറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐൻ എന്ന് മാത്രം എടുത്താൽ മതി. അതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വേർഡ് UND എന്ന് പറയുന്ന വേർഡ്, അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഉണ്ടെന്നാണ്. അത് അതിൻ്റെ കൂടെ എഴുതുക. അപ്പം ഐൻ ഉണ്ട് വരെ കിട്ടി. അപ്പോൾ 21-ൽ നിന്ന് 1 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 20. അപ്പം അത് അതിൻ്റെ കൂടെ എഴുതുക. അപ്പോൾ 20-നെ പറയുന്ന പേരാണ് എന്ത്? സ്വാൻസിഷ്. അപ്പം 21-നെ വായിക്കുന്നത് എങ്ങനെയാണ്? ഐനുൺ സ്വാൻസിഷ് എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇത് 21 മുതൽ അങ്ങനെ 99 വരെയുള്ള നമ്പേഴ്സിന് ഈ ഒരു രീതിയിലായിരിക്കും വായിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് അറിഞ്ഞാൽ ഇത്ര മതി. 20 തൊട്ട് മുകളിലോട്ട് പോകുന്ന നമ്പേഴ്സിൻ്റെ 30, 40-ക്ക് എങ്ങനെ പറയുന്നത്? 50, 60, 70, 80, 90. അപ്പോൾ ഇത്രയും നമ്പേഴ്സിൻ്റെ ജർമ്മൻ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള ഇടയിലുള്ള നമ്പേഴ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ 51, 61, 81 അല്ലെങ്കിൽ 86, ഇതൊക്കെ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.